കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ് ദിവസങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ കർത്താവ് ദീർഘമായ പഠിപ്പിക്കലുകൾ, അതായത് നമ്മൾ നേരത്തെ 5, 6, 7 അധ്യായങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കണ്ടതുപോലെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് പോലെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇനി കർത്താവിൻ്റെ വചനമായിട്ട് നമ്മൾ വായിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായമാണ്. 13-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ഇതൊരു കടലരികിലുള്ള ഒരു പ്രസംഗമാണ്. ഗിരിപ്രഭാഷണം പോലെ തന്നെ ഇതും ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു പ്രസംഗമാണ്. എന്നാൽ ഗിരിപ്രഭാഷണത്തിൽ ദൈവരാജ്യത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച്, നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദൈവരാജ്യം, എങ്ങനെയാണ് അതിൻ്റെ പ്രകൃതം, അതിൻ്റെ സ്വഭാവം എന്നുള്ളതാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്. നമുക്കറിയാം കർത്താവിൻ്റെ ടീച്ചിങ്സ് മുഴുവൻ ദൈവം രാജാവായി വരുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ഹൃദയങ്ങളിലും ഈ ദേശത്തും എല്ലായിടത്തും, അതായത് ആത്മീകമായൊരു രാജ്യം, പിന്നീട് തേജസ്സോടെയുള്ള ഐഹികമായൊരു രാജ്യം, പാപമില്ലാത്ത വീണ്ടെടുക്കപ്പെട്ട ഒരു ഐഹിക രാജ്യം. ഈ ഇന്ന് കാണുന്ന ഒരു ഐഹിക രാജ്യവുമായിട്ടും കർത്താവിന് ബന്ധമില്ല. നിത്യതയുടെ തേജസ്സിലുള്ള ആ രാജ്യമായിട്ടാണ് കർത്താവിന് ബന്ധം. കർത്താവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ദൈവരാജ്യത്തിൻ്റെ നീതിയെക്കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അതെങ്ങനെ വിതയ്ക്കപ്പെടുന്നു, എങ്ങനെ അത് സ്വീകരിക്കപ്പെടുന്നു, എങ്ങനെ അത് വളരുന്നു, എങ്ങനെ അത് അനേകം ആളുകൾക്ക് ആശ്രയമായി മാറുന്നു, എങ്ങനെ അത് ഫലം പുറപ്പെടുവിക്കുന്നു. ഈ വക കാര്യങ്ങൾ, ഒരു ദൈവരാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സുവിശേഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. 13-ാം അധ്യായത്തിലാണ് ഇത് മുഴുവൻ ഉള്ളത്. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവർ പടകിൽ കയറിയിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. തെരുവുകളിലൂടെ, കടലരികിലൂടെ പടകിലിരുന്നു കൊണ്ട്, മലയുടെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേജ്, മേക്ക് ഷിഫ്റ്റ് സ്റ്റേജ് ഉണ്ടാക്കിക്കൊണ്ടാണ് കർത്താവ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അവിടെ ഏറിയ പുരുഷാരം വന്നു. പുരുഷാരം കരയിലിരുന്നു. അവൻ പലതും അവരുടെ ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ, അതായത് കർത്താവ് ഉപമകളായി പഠിപ്പിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഒരു ഉപമകളുടെ ഒരു സെറ്റ് ഓഫ് ടീച്ചിങ് ബൈ പാരബിൾസ് അലോൺ, അത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. കർത്താവ് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഗഹനമായ കാര്യങ്ങളാണ്. നീതിയെക്കുറിച്ച് പറഞ്ഞെടുത്തൊന്നും അങ്ങനെ ഉപമാനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. വളരെ ചെറിയ രൂപകങ്ങൾ മാത്രമാണ് കർത്താവ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപമകളിലേക്ക്, കർത്താവിൻ്റെ ഉപമകളിലേക്ക് കടക്കുകയാണ്. ഈ ടീച്ചിങ്സ് മുഴുവൻ ഉപമകളിലൂടെയാണ്. അപ്പോൾ ഉപമകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് പൂർണ്ണമായും വെളിപ്പെടുത്താത്ത രീതിയിലാണ് ഉപമകൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഉപമകൾ കർത്താവ് സംസാരിച്ച ശേഷം അതൊന്നും കൂടെ കർത്താവ് തന്നെ വിശകലനം ചെയ്താലേ അത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഉപമകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ഉപമ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മനസ്സിലാവും. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചാറ് ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളും മുളച്ചു വളർന്ന് അതിന് ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇത്രയും ഒരു കഥ കേട്ടാൽ നമുക്ക് ഈ ഒരു ഉപമയെക്കുറിച്ച് വളരെ ഗഹനമായ അറിവുണ്ട്. വളരെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന, പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വിതക്കാരൻ്റെ ഉപമ അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് വിതയ്ക്കുന്നത് വിത്താണെന്നും അത് പലതരത്തിലുള്ള വിത്തിന് ലഭിക്കുന്ന പലതരത്തിലുള്ള സ്വീകരണങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരു ഓഡിയൻസിന്, അതായത് ഇത്രേ മനസ്സിലാവുന്നുള്ളൂ. ഒരാൾ വിതയ്ക്കാൻ പുറപ്പെടുന്നു. കുറേ വിത്ത്
നല്ല സ്ഥലത്ത് വീണു. കുറേ വിത്ത് മുള്ളിനിടയിലും പാറമടയിലും വഴിയരിയിലൊക്കെ വീണു. അങ്ങനെ വിത്തുകൾ മിക്കതും നശിച്ചു പോയി. നല്ല നിലത്ത് വീണത് മാത്രം 100, 60, 30 മേനി വിളഞ്ഞു. ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഇതിനകത്തൊന്നും മനസ്സിലാവുകയില്ല. കാരണം ഇതൊരു അഗ്രികൾച്ചറിൻ്റെ സീനാണ്. ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ പോയി വിത്ത് വിതയ്ക്കാൻ പോകുന്നു. ചില വിത്തുകളൊക്കെ വേസ്റ്റായി പോകുന്നു, ചിലതൊക്കെ നല്ല നിലത്ത് വീഴുന്നു. ഇത്രേ പറയുന്നുള്ളൂ. വിത്ത് എന്താണെന്നോ ഒന്നും യാതൊരു സൂചനയും ആ ഉപമയിലില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കുറച്ച് കഴിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ചു, നീ ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. അതായത് ഉപമകൾക്കൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ആശയക്കുഴപ്പം ഉണ്ടാക്കും. അത്രയും ആളുകൾ കൂടി വരുന്നു. ഏറിയ പുരുഷാരം, നിങ്ങൾ ആലോചിച്ചു, ഇന്നൊരു മീറ്റിംഗ് നടത്തുമ്പം ഏറിയ പുരുഷാരത്തെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാലാവസ്ഥ നല്ലതായിരിക്കണം, അതുപോലെ ട്രാഫിക് കുറവായിരിക്കണം, പിന്നെ നല്ല ആരോഗ്യം വേണം, പിന്നെ വേറെ പണിയൊന്നും ഇല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇന്ന് സുവിശേഷ വേലയ്ക്ക് ആളെ കിട്ടുന്നത്. ചുമ്മാ വീട്ടിലിരിക്കേണ്ട, ഒന്ന് ഔട്ടിങ്ങിന് പോയേക്കാം, ഇങ്ങനെയൊക്കെ പോകുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത്. പഴയ പോലെ പണ്ടത്തെ കാലത്തെ പോലെ കഷ്ടപ്പെട്ട് ദീർഘദൂരം നടന്ന് വചനം കേൾക്കാൻ വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരു കാലഘട്ടം ഇന്നില്ല. അതിനൊരു കാരണം നമുക്ക് വചനം എല്ലായിടത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അവർക്കും ലഭിച്ചിട്ടില്ല. അപ്പം ഇത്രയും ആളുകൾ കൂടി വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്നയാൾ കുറേ ഉപമകൾ പറയുന്നു, അതിൻ്റെ അർത്ഥം പറയുന്നില്ല, ഉപമകൾ മാത്രം പറയുന്നു. അപ്പോൾ ഉപമകൾ മാത്രം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഓക്കെ, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരൊന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഇത്രയും ആളുകൾ കൂടിയ ഒരു സ്ഥലത്ത് എന്തിനാണ് ഇങ്ങനെ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? നേരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞാൽ പോരെ? അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്കോ വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടി എടുത്തു കളയും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സാധാരണഗതി നമുക്കറിയാം അത് സോഷ്യലിസത്തിനെതിരാണ്, അല്ലേ? ശരിക്കും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടി എടുത്തു കളയുന്നത് സോഷ്യലിസത്തിനെതിരാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളവൻ ഇല്ലാത്തവന് കൊടുത്ത് സമത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാമൂഹിക സ്ഥിതി സമത്വം, സാമ്പത്തിക സ്ഥിതി സമത്വമാണ് ശരിക്കും സോഷ്യലിസം എന്ന് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാ കർത്താവ് പറയുന്നത്, ഉള്ളവന് പിന്നെയും കിട്ടും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു മാറ്റപ്പെടും. പ്രിയ സഹോദരങ്ങളെ, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എപ്പോഴും അങ്ങനെയാണ്. അത് ഉള്ളതിനോടാണ് കൂടിച്ചേരുന്നത്, ഇല്ലാത്തടത്ത് ഒന്നുമില്ല. നിങ്ങൾ കർത്താവിനെ റിജക്റ്റ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഒന്നും വർദ്ധിക്കുന്നില്ല. അവരാദ്യം കേട്ടത് തന്നെ കുറച്ച് നേരം കഴിയുമ്പം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോകും. പല ആളുകളും വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്കൊന്നുമില്ല, ആ ഉള്ളത് തന്നെ, ആ ചെറിയ ഓർമ്മകൾ തന്നെ എടുത്തു മാറ്റപ്പെടും. എന്നാൽ വചനം സമൃദ്ധിയായി ക്രിയ ചെയ്യുന്നവരോ അത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്സിൻ്റെ ഒരു കാര്യം വരുമ്പോഴേക്കും സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കും ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കുമാണ് പോകുന്നത്. അതാണ് ഈ വാക്യത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ചെവിയാൽ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അതായത് കേൾക്കുന്നതിൻ്റെ ഡെപ്ത് എന്തുമാത്രമുണ്ട്. ഇതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല വചനങ്ങൾ, ആയിരക്കണക്കിന് പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്, എവിടെ തിരിഞ്ഞാലും പ്രസംഗങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എന്താണ് ഇറങ്ങിച്ചെല്ലുന്നത്? എത്രയോ നാളുകളായിട്ട് പ്രസംഗം കേട്ടിട്ടും എന്താണ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിച്ച വിത്തുകൾ? എന്താണ് നിങ്ങളുടെ ഉള്ളിൽ പൊട്ടിക്കിളിർക്കുന്ന ജീവൻ്റെ വചനം? പ്രസംഗങ്ങളുടെ ബാഹുല്യം നിമിത്തം നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ഉപരിപ്ലവമായി കേൾക്കുന്നു, വളരെ പ്രതലത്തിൽ മാത്രം കേൾക്കുന്നു, ഒന്നും ആഴത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് പല പ്രസംഗങ്ങളും ആഴത്തിലേക്ക് കടന്നാലും പ്രശ്നമാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടിട്ടും കേൾക്കാതെ ഇരിക്കുന്നവർ, ഗ്രഹിക്കാതിരിക്കുന്നവർ, മന്ദമായി വളരെ പെരിഫറലായിട്ട് മാത്രം കേൾക്കുന്നവർ, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചുമ്മാ കേൾക്കുന്ന ആൾക്കാർ, അങ്ങനെ വളരെ മന്ദമായി കേൾക്കുന്നവർ, അതിനെ ഗൗരവമായി എടുക്കാത്തവർ, അവരെല്ലാം നശിച്ചു പോകും. അവർ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയില്ല, തിരിഞ്ഞുകൊള്ളുകയില്ല, ഞാൻ അവരെ സൗഖ്യമാക്കുകയില്ല, അവർ കണ്ണ് കാണാതെ ഇരിക്കും എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ ആകാൻ വേണ്ടിയാണ് പാരബിളായിട്ട്, അതായത് ഉപമകളായിട്ട് സംസാരിക്കുന്നതെന്നാണ് കർത്താവ് പറയുന്നത്. ശരിക്കും എനിക്കിത് ആദ്യം വായിച്ചപ്പോൾ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. ഒരു കൂട്ടം ജനം, അവർക്ക് ചെവി മന്ദമാണ്, അവരോട് മനസ്സിലാകാത്ത രീതിയിൽ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഞാനും പ്രസംഗിക്കുന്ന സമയത്ത് ഉപമകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ കഥകൾ ഉപയോഗിക്കാറുണ്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാശയം പറഞ്ഞ ശേഷം അത് തെളിയിക്കാൻ വേണ്ടിയാണ്.
എന്നാൽ കർത്താവ് പ്രത്യേകിച്ച് ഒരാശയവും പറയാതെ ഉപമകൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യെശയ്യാവ് പറഞ്ഞ വാക്യത്തിന് നിവൃത്തി ഒന്നെന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതൊരു പ്രവചനത്തിൻ്റെ നിറവേറലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുവാൻ പലരും ആഗ്രഹിച്ചു, നിങ്ങൾ നോക്കുന്നത് കാണുവാൻ പലരും ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കോ ഈ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്നു, ഞാൻ അന്യന്മാരുടെ അധരങ്ങളാൽ വിക്കി പറയുന്ന അധരങ്ങളാൽ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും ഇവർ കേൾക്കുകയില്ല. അന്യഭാഷയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അതൊരു അടയാളമാണ് അവിശ്വാസികളെ സംബന്ധിച്ച്. അവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തവരോട് ദൈവം സംസാരിക്കുന്നത് അവ്യക്തമായിട്ടാണ്. അവർക്കതൊരു ഇടർച്ചയായിട്ടാണ് വരുന്നത്. ഇടർച്ചയായിട്ടാണ് വരുന്നത്. അത് അന്യഭാഷ കേൾക്കുന്നവർക്ക് അതൊരു ഇടർച്ചയായിട്ടാണ് വരുന്നത്. കാരണം ദൈവം പറയുന്ന മർമ്മങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് നോട്ട് ഹാവിങ് എനി ബെനിഫിറ്റ് ടു ദം. അതുപോലെ തന്നെയാണ് ഉപമകളും അവിശ്വാസികൾക്ക് യാതൊരു ബെനിഫിറ്റും വരുന്നില്ല. ആർക്കാണ് ബെനിഫിറ്റ് വരുന്നത്? ബെനിഫിറ്റ് വരുന്നത് വൈകിട്ട് പിന്നെയും കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യന്മാർക്കാണ്. അവർക്ക് മാത്രമാണ് മർമ്മങ്ങളെ ഗ്രഹിക്കാൻ എളുപ്പം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന എളുപ്പമല്ല. ഇന്ന് ആരുടെ പിന്നാലെ വേണ്ട ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷെ കർത്താവിൻ്റെ പിന്നാലെ ശിഷ്യന്മാർ നടക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടി വരുമായിരുന്നു. അതായത് വീടിനെക്കുറിച്ചുള്ള കൺസേൺ ഇല്ല, അതുപോലെ ജോലി എന്താണെന്നുള്ള കൺസേഷൻ ഇല്ല, നാളെ എങ്ങനെ ആഹാരം കഴിക്കുന്നുള്ള കൺസേൺ ഇല്ല. ദൈവം നടത്തിക്കോളും എന്നുള്ളൊരു എസെൻഷ്യൽ ഫെയ്ത്ത് ഉള്ളവർ മാത്രമാണ് കർത്താവിൻ്റെ പിന്നാലെ നടന്നത്. ബാക്കിയുള്ളവരിൽ ചുമ്മാ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ കർത്താവിനെ ദീർഘമായി അനുഗമിക്കാൻ ഇച്ഛിക്കുന്ന ഒരാൾ തനിക്കുള്ളതെല്ലാം ത്യജിച്ച്, അതായത് കാറ്റുപോലെയായി ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തെ കൂടുതൽ മനോഹരമായും ആകർഷകമായും നിങ്ങൾക്ക് ആഗ്രഹത്തോടെയും അതിനെ സമീപിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കാരണം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാകുന്നത് ലോകത്തെ നിഷേധിക്കുന്നവർക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചെല്ലുന്ന ശിഷ്യന്മാർക്കുമാണ്. ഇപ്പോൾ നോക്കുക, ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. അവരോട് ചോദിച്ചു, കർത്താവ്, എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ശിഷ്യന്മാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മൾ സകലത്തെയും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയും നമുക്ക് വേദപുസ്തകം ക്ലിയറായിട്ട് മനസ്സിലാവുകയും ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് നമ്മൾ വ്യക്തമായി പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈവവചനം പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ബൈബിൾ കോളേജിൽ പോകുന്നതല്ല. ദൈവവചനം പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി കുറേ പ്രസംഗങ്ങൾ കേൾക്കുന്നതല്ല. ദൈവവചനം കേൾക്കാനുള്ള ഏറ്റവും നല്ല വഴി കർത്താവിൻ്റെ കൂടെ നടക്കുന്നതാണ്. അവനിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നതാണ്. അത് ചുമ്മാ കേൾക്കുന്നതല്ല. ഈ വചനം വായിക്കുമ്പോൾ അത് മാർമികമായി ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുന്ന ആത്മാവിലൂടെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ശിഷ്യന്മാരെങ്ങനെയാണ് പരിജ്ഞാനമുള്ളവരെ മാറിയത്? ദേ ഫോളോഡ് ദ ലോർഡ്. പത്രോസ് പറയുന്നുണ്ട്, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ അടുക്കലുണ്ട്. അതാണ് അവരുടെ ആകർഷണം, അട്രാക്ഷൻ. കർത്താവ് പറയുന്ന വാക്കുകൾ, വചനം, ജ്ഞാനം, പരിജ്ഞാനം, ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ വെളിപ്പാട്, ഇതിൻ്റെ എല്ലാം പുറകെ നമ്മൾ ആളുകൾ നടക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന വലിയൊരു പങ്ക് ആൾക്കാരും അടയാളം കണ്ടിട്ടോ കർത്താവിൻ്റെ പരിജ്ഞാനം മനസ്സിലാക്കാനോ ക്രിസ്തുവിനെ അറിയാനോ ഒന്നുമല്ല പുറകെ നടക്കുന്നത്. അവർ പുറകെ നടക്കുന്നത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ കടക്കുകയല്ല, നമ്മുടെ രാജ്യത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും അതാ ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ദൈവരൂപത്തെ, ദൈവസങ്കല്പത്തെ നമ്മുടെ പ്രാകൃതമായ സ്വഭാവങ്ങളുമായി താതാത്മ്യപ്പെടുത്തി നമ്മുടെ ബിസിനസ്സിൻ്റെ പങ്കാളിയാക്കി ചെറിയൊരു തുക കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ഒരു പരിപാടിയാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ ധർമ്മമല്ല, അതല്ല ഇവിടെ പറയുന്നത്. ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നാളും കണ്ടെത്തുന്നില്ല. സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു നാളും കണ്ടെത്തുന്നില്ല. നമുക്ക് സുസ്ഥിരമായൊരു ജീവിതം ഇവിടെ ലഭിക്കാൻ വേണ്ടി, നമുക്ക് ആളുകളുടെ മാനം ലഭിക്കാൻ വേണ്ടി, പണം ലഭിക്കാൻ വേണ്ടി, ലോകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാനും പറ്റുകയില്ല. ഞാൻ പല സ്ഥലത്തും വചനവുമായിട്ട് ചെല്ലാറുണ്ട്. പല സഭകളിലും ഈ പ്രോസ്പെരിറ്റി ഒത്തിരി പറയുന്ന ചർച്ചകളിൽ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ഈ വചനം ചെല്ലുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനൊരു ഫോക്കസില്ല. അവർക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാനുള്ള കണ്ണുകളിൽ അവർ മന്ദമായി കേൾക്കുകയും വളരെ അവ്യക്തമായി കാണുകയും ചെയ്യുന്നു. വളരെ വേഗം അത് മറന്നു പോകുന്നു. അത് ഹൃദയത്തിൽ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല. കാരണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കോസ്റ്റ്ലിയാണ്,
വളരെ വിലയേറിയതാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനം ആവശ്യമുണ്ടെങ്കിൽ യു മേ ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ഓൾ ലൈഫ്. അതല്ലാതെ ബൈബിൾ കോളേജിൽ 5,000-6,000 കൊടുത്ത് പഠിക്കുന്ന പോലെയല്ല. വി നീഡ് ടു സബ്മിറ്റ് അവർ ഓൾ ലൈഫ്. നമ്മൾ അതിനെ മുഴുവൻ അബാൻഡൻ ചെയ്യേണ്ട, അതായത് വിട്ടുകളയേണ്ട. എന്തു വന്നാലും സാരമില്ല, കർത്താവ് മതി എന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ശരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കർത്താവിൽ നിന്ന് തന്നെ നമ്മൾ പ്രാപിക്കുന്നത്. അതല്ല എങ്കിൽ ബൈബിൾ കോളേജുകളിൽ എവിടെയെങ്കിലും പോയി പ്രസംഗങ്ങളൊക്കെ കേട്ടോ ഈ അറിവുകളുടെ ശേഖരം വർദ്ധിപ്പിക്കാമെന്നുള്ളതല്ലാതെ അതൊരിക്കലും ജീവനായി ആഡ് ചെയ്യപ്പെടുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കർത്താവ് പറയുന്ന ഈ ഒരു പ്രഷ്യസ് ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ ആപ്ലിക്കബിൾ ആയിട്ടൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് വചനം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല. പ്രസംഗം നിങ്ങൾ കേൾക്കണം, പക്ഷേ അതല്ല ഏറ്റവും നല്ല വഴി. ഏറ്റവും നല്ല വഴി നമ്മൾ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ പിന്നാലെ ചെല്ലുക എന്നുള്ളതാണ്. കർത്താവെ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുക എന്നുള്ളതാണ്. അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വിറയലോടെ അനുസരിക്കുമെങ്കിൽ, കൂടുതൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമെങ്കിൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് ഓടുവാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ഉപദേശവും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. As much as you get closer to the Lord, as much you will become wise in the kingdom. ദൈവരാജ്യത്തിൻ്റെ ആ ബുദ്ധിയാൽ, വിവേകത്താൽ നിങ്ങൾ പരിജ്ഞാനമുള്ളവരായി മാറും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്നാൽ വിതയ്ക്കുന്ന രൂപം ഇങ്ങനെയാണ്: ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും അധിക സമയം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നില്ല. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ട് കഴിഞ്ഞ് ഈ അടുത്ത ടൈം ആകുമ്പോഴേക്കും, ഒരു 7 മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് വേറെ 100,000 കാര്യങ്ങളിൽ പ്രിയോക്യുപ്പൈഡ് ആയിരിക്കും. ഈ പ്രിയോക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ ഫുള്ളി ബിസിയാക്കി നിർത്തുന്ന അനേകം പരിപാടികളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു ടി വിയുടെ മുമ്പിൽ, ഒരു സ്ക്രീനിൻ്റെ മുമ്പിലോ പോയിരുന്ന് ആ സമയം ബിസി ആകും. കാരണം നമുക്ക് ബോറടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. ഈ ബോറടി എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു പരിപാടി, ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ബോറടിക്കുന്നത് എനിക്കറിയത്തില്ല. വിശ്വാസിക്ക് ബോറടിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ മുമ്പിൽ എപ്പോഴും കർത്താവിൻ്റെ വചനമുണ്ട്, എപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വചനം കേട്ടു, ഇഷ്ടപ്പെട്ടു, അത് സ്വായത്തമാക്കി നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രാഷ്ട്രീയം, കളികൾ, അതുപോലെ പിള്ളേരുടെ പഠിത്തം, ഉപജീവന ചിന്തകൾ, നാളെ എങ്ങനെ ജീവിക്കുന്നു, ഈ ചിന്തകൾ നമുക്ക് അകറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ട് പതുക്കെ ഈ കാക്കകളെല്ലാം കൂടെ വന്ന്, ഈ പക്ഷികളെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയും. ഇപ്പോൾ 24 hours കഴിഞ്ഞ് ഇന്നലെ എന്ത് പ്രസംഗമാണ് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളം ഭാഷയിൽ പറയാം. കാരണം അനേകം കൺസേൺസാണ് ഇന്ന് മനുഷ്യർക്ക്. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും നമ്മുടെ ഹൃദയം മുഴുവൻ അതിനകത്തേക്ക് പോവുകയും ചെയ്യും. പണ്ടത്തെ പോലെ വിട്ടുകള പോട്ടെ എന്ന് പറയാൻ ഇന്ന് സാധിക്കുന്നില്ല. ഇന്നൊരു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മളങ്ങ് ഒബ്സസ്ഡ് ആവുകയും, മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ശോധന ചെയ്ത് പരിശോധിച്ച് പക്ഷേ അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അത് മോശമായി പോയില്ല, എന്നോട് അങ്ങനെ പറയരുതായിരുന്നല്ലോ, അവൻ ശരിയല്ല, ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള തോട്ട്സ്. ഇതെല്ലാമാണ് ഈ കാക്കകളെന്ന് പറയുന്നത്. പക്ഷികൾ വന്ന് അതിനെ തിന്നു കളയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദുഷ്ടൻ വന്ന് ആ പക്ഷികൾ വന്ന് തിന്നു കളയുന്നു പറയുന്നതിൻ്റെ അർത്ഥം ദുഷ്ടൻ വന്ന് ഈ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ആ വിത്തോടുകൂടെ എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ ഈ വചനം പ്രസംഗമായിട്ട് പോകുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കാര്യമുണ്ട്. വചനം പറയുന്ന ഭാഗം, നമ്മളൊരു ചർച്ചിൽ ചെന്ന് വചനം പ്രസംഗിക്കുന്നു. അപ്പോൾ എന്താ, ആദ്യമായിട്ടൊരു ചർച്ചിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ജനനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം, വീണ്ടും ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? വീണ്ടും ജനനം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കിയിരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഈ പെന്തക്കോസ്ത് സഭയിലും വീണ്ടും ജനിക്കാതെ കുറേ ആൾക്കാർ ഇടയിലൂടെ ഇരിപ്പുണ്ട്. കുറേ ആൾക്കാരല്ല, വലിയൊരു പങ്കാളുകളും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ജനിക്കാൻ വേണ്ടിയാണ് ഈ വചനം പറയുന്നത്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ചർച്ചിൽ ഞാൻ ചെല്ലുന്നു. പറഞ്ഞു തുടങ്ങുമ്പോഴേ മനസ്സിലാകുന്നു ഇവർക്ക് അന്ന് പറഞ്ഞത് ഒരക്ഷരം പോലും ഓർമ്മയില്ല. അതേ പ്രസംഗം പിന്നെയും പ്രസംഗിച്ചാലും അവർക്കൊന്നും ഓർമ്മയില്ല. കാരണം എന്താണ്? ഈ വഴിയരികിൽ വീണ വിത്ത് പോലെ അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കേട്ടാലും ഗ്രഹിക്കാതിരിക്കാൻ തക്കവണ്ണം, എന്ത് കേട്ടാലും അത് ഫലം കൊടുക്കാതിരിക്കാൻ തക്കവണ്ണം വളരെ വേഗം അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കേണ്ട കാര്യമാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ സോക്ക് ചെയ്യുവാൻ, വചനം നമ്മുടെ ഹൃദയത്തിൽ സ്പ്രൗട്ട് ചെയ്യുവാനുള്ള ടൈം കിട്ടുന്നില്ല. അതിനു മുമ്പ് അത് എടുത്തു മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ശരിക്കും വഴിയരികിലുള്ള വിത്ത് കാണിക്കുന്നത്. ഇന്ന് മിക്കവാറും വഴിയരികിൽ നിന്നാണ് നമ്മൾ വചനം കേൾക്കുന്നത്.
ആ സ്വഭാവം തന്നെ നമ്മുടെ അങ്ങനെയാണ്. വളരെ വേഗം നമ്മൾ പക്ഷികൾക്ക് എക്സ്പോസ്ഡ് ആയി പോകുന്നു. ഒരു വിത്ത് പോലും ഇല്ലാതെ അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ദയനീയമായൊരു കാഴ്ച. അടുത്തത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതാണ്. ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും വേരില്ലായകയാൽ അവൻ ക്ഷണികനത്ര. ഇപ്പം ക്ഷണിക വിശ്വാസം. ചില ആൾക്കാർക്ക് സംഗതികൾ മനസ്സിലായി. നമുക്ക് ഇന്ന് രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് കൈപൊക്കി കരയുന്ന ഒത്തിരി ആൾക്കാരും പാറസ്ഥലത്ത് വീണ വിത്ത്. അവരുടെ ഹൃദയത്തിനൊരു മാറ്റവും ഇല്ല. അത് പാറ പോലെ തന്നെ കിടക്കുന്നത്. ഈ കല്ല് പോലുള്ള ഹൃദയത്തിലേക്ക് നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ബുദ്ധിയിൽ അത് സ്വീകരിക്കും. ബുദ്ധിയിൽ സ്വീകരിച്ചിട്ട് പറയും, ഇന്നാ ബ്രദർ എനിക്കിത് മനസ്സിലായത്, എന്ത് ഭയങ്കരമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, കർത്താവേ എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറയും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ ഓർമ്മയില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടു എന്ന് ഓർമ്മയില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്ത. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല. അയാളുടെ തലയിൽ എന്തെങ്കിലും സംഭവിക്കണം, അതല്ലാതെ സ്വാഭാവികം അത് മറക്കാൻ പറ്റില്ല. കാരണം നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലാക്കി വെക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പം അങ്ങനൊരു ഉറപ്പ്, സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഉറപ്പ് മറന്നു പോകാൻ പറ്റത്തില്ല. അപ്പം പാറസ്ഥലത്ത് വീണ വിത്തെന്ന് പറയുന്നത് വളരെ എമോഷണൽ മെമ്മറി വളരെ കുറഞ്ഞ ആൾക്കാരാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇമോഷണൽ മെമ്മറി വളരെ കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് വചനം സ്വീകരിക്കും. കർത്താവേ എന്നെ രക്ഷിതനായ സ്തോത്രം എന്ന് പറയും. പക്ഷേ ആ ഇമോഷൻ ഉണ്ടല്ലോ, ആ കരഞ്ഞത്, ചിരിച്ചത്, സന്തോഷിച്ചത്, അതങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ ഇമോഷണൽ മെമ്മറി ഇല്ല. പിന്നെ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്ന് കൈവയ്ക്കായിരുന്നു, അത്രേ ഓർമ്മയുള്ളൂ. ഫലം പുറപ്പെടുവിക്കാൻ മാത്രം അത് നിലനിൽക്കുന്നില്ല. ഇമോഷണലി രക്ഷിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് രക്ഷിക്കപ്പെടുന്നവർ, ജഡം കൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ, ഈ വക ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് പാറസ്ഥലത്ത് വീണ വിത്തെന്ന് വിളിക്കാം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ കഠിനമായതുകൊണ്ട് ഇവരുടെ ഹൃദയവും മാറിയിട്ടൊന്നുമില്ല. ആ വിത്ത് ചെന്ന് വീണിട്ടുള്ളത് അതിൻ്റെ പുറത്തുള്ളൊരു ഇത്തിരി മണ്ണിലാണ്, ആ അഭിനയത്തിന്മേലാണ്, ആ ഇമോഷണൽ കവറിങ്ങിന് മേലിലാണ് ചെന്ന് ഈ വചനം വീണ്ടിരിക്കുന്നത്. പണ്ടൊരാളെന്നോട് പറഞ്ഞു, അയാൾ ആ സുവിശേഷം പറഞ്ഞ് കേട്ടിട്ട് കരഞ്ഞില്ല, അയാൾ ശരിക്കും രക്ഷിക്കപ്പെട്ടില്ല. കരയുന്നവനും രക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. ഈ കരച്ചിലെന്ന് പറയുന്ന അന്നേരത്തൊരു ഇമോഷണൽ അപ്ഹീവൽ ഉണ്ടാകുന്ന, കുറെ കഴിയുമ്പോൾ അതൊക്കെ മറന്നുപോകും. ഈ ഇമോഷൻസ് ഒന്നും നിലനിൽക്കത്തില്ല. ഒരാൾ മരിച്ചാൽ പോലും ആ ഇമോഷൻ കുറച്ച് നാളത്തേക്കുള്ളൂ. അത് കുറെ കഴിയുമ്പം ആ ഇമോഷനൊക്കെ പോകും. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ചോദിച്ച് നിലവിളിച്ച് കരഞ്ഞ ആൾക്കാരൊന്നും 2 ആഴ്ച കഴിയുമ്പോൾ നല്ല ഒന്നാം തരമായിട്ട് ജീവിക്കുന്ന കാണാം. ഞാൻ ഈ ഒരു കഥ ഒരാൾ പറഞ്ഞ ഒരു പ്രസംഗത്തിലോ മറ്റോ പറഞ്ഞാൽ എൻ്റെ ഓർമ്മ, അതൊരു കഥയായിട്ട് ഞാൻ എവിടെ പത്രത്തിലൂടെ വായിച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്ത്രീ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയാണ് നോക്കുന്നത്. അങ്ങനെ നോക്കി മക്കളെ കുളിപ്പിക്കുന്നു, ആഹാരം കൊടുക്കുന്നു, സ്കൂളിൽ വിടുന്നു, ഷൂസ് കെട്ടിക്കൊടുക്കുന്നു, ഭർത്താവിന് ആഹാരം കൊടുക്കുന്നു, ടൈ ശരിയാക്കുന്നു, ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു, തുണി തേച്ച് കൊടുക്കുന്നു, വീടെല്ലാം അടുക്കി പറക്കി വയ്ക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. തീരുന്നില്ല പണി, ഫുൾ ടൈം പണിയാണ്. അങ്ങനെ പണിത് പുള്ളിക്കാരി വിചാരിക്കുകയാണ്, ഞാനില്ലെങ്കിൽ ഒരു വീട് എന്ത് ചെയ്തേനെ. ശരിയാണ്, ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ സഹോദരിമാരില്ലെങ്കിൽ, ഭാര്യ ഇല്ലെങ്കിൽ, മക്കളില്ലെങ്കിൽ എങ്ങനെ വീട് മെയിൻറ്റെയിൻ ചെയ്യും? കാരണം മിക്കവാറും പുരുഷന്മാരെല്ലാം ഉദാസീനരും തോന്നിയ പോലെ ജീവിക്കുന്നവരുമായിട്ടാണ് ഇന്നത്തെ സംസ്കാരം. അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ വീട്ടിനകത്ത് നടത്തുന്ന അധ്വാനം ഭയങ്കരമാണ്. അപ്പോൾ ഈ സ്ത്രീ വിചാരിക്കുകയാണോ, ഞാൻ മരിച്ചു പോയില്ല, എങ്ങനെ ജീവിക്കും? അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഉത്കണ്ഠയുണ്ട്, എപ്പോഴും ഉത്കണ്ഠയുണ്ട്, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും? ഒരു ദിവസം ഈ സ്ത്രീ അങ്ങ് മരിച്ചുപോയി. ഇതൊരു കഥയാണ്. ഇനി നിങ്ങളിത് തിയറിയായും തിയോളജി ആയിട്ടൊന്നും വിചാരിക്കരുത്. ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പം വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോൾ സ്വർഗത്തിലൊരു ദൂതൻ വന്ന് ചോദിച്ചു, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഭർത്താവും മക്കളൊക്കെ ഞാനില്ലാതെ അവിടെ എങ്ങനെ ജീവിക്കുന്നു ഓർത്തിട്ട് നീ സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ തുണി തേക്കില്ല, അയാൾ പിള്ളേർ ആഹാരം ഉണ്ടാക്കില്ല, ഒന്നിനും സഹായിക്കില്ല, ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് ഞാനില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ദൂതൻ പറഞ്ഞു, വാ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഭൂമിയിലോട്ട് നോക്കിയിടാൻ പറഞ്ഞു. നോക്കിയപ്പം ഇവരുടെ വീട്ടിൽ എല്ലാ പണികളും നടക്കുന്നുണ്ട്. ഭർത്താവ് ഇരുന്ന് കുക്ക് ചെയ്യുന്നു, മോൾ അടിച്ചു വാരുന്നു. അവരോർക്കുന്നതേ ഇല്ല. അവർ ഈ കാര്യം പറഞ്ഞു, അവർ പുതിയൊരു ലൈഫിലേക്ക് കയറി. ഇയാൾ ഇത്ര അധ്വാനിച്ചതിനകത്തൊന്നും ഒരു കണക്കില്ല. കാരണം നമ്മൾ അധ്വാനിച്ചില്ലെങ്കിലും വേറെ ആൾ ചെയ്യും. വളരെ കുറഞ്ഞ ഇമ്പാക്റ്റ് നമുക്കുള്ളൂ, വളരെ കുറഞ്ഞൊരു ഇമ്പാക്റ്റ്. ഈ ലോകത്ത് വളരെ കുറഞ്ഞൊരു ഇമ്പാക്റ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരണം പോലും ഒരാൾ മരിച്ച് നീക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും നമ്മുടെ ഇമോഷണൽ മെമ്മറി വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ ഇമോഷണൽ മെമ്മറി വളരെ കുറവാണ്. ആ ഇമോഷണലി എടുക്കും, കരയും, നിലവിളിക്കും, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പം യാതൊരു ഓർമ്മയില്ലാതെ വരും. ഇതാണ് 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മിക്കവാറും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫലം പുറപ്പെടുവിക്കാത്ത കുറേ
ആളുകൾ. അവർ ഹാർഡ് പ്രസ്ഡ് ആകുകയാണ്. മറ്റുള്ളവരുടെ പ്രഷർ കാരണം അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ദേ ലവ് പീപ്പിൾ ഓർ സിറ്റുവേഷൻസ് ഇൻ ദെയർ ലൈഫ് മച്ച് മോർ ദാൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തേക്കാൾ കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് വീണു പോകുന്നവർ, അതായത് ലോകത്തിൻ്റെ മോഹങ്ങൾ, ഉപജീവന ചിന്തകൾ, ആളുകൾ അവരെ പ്രഷറൈസ് ചെയ്യും. ഇങ്ങനെയാണ് നീ എങ്ങനെ ജീവിക്കൂടാ, നിനക്കിങ്ങനെ പോയാൽ എന്ത് ചെയ്യും, നിൻ്റെ പിള്ളേരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പ്രഷർസ് വരുമ്പോൾ മുള്ളുകളെല്ലാം കൂടെ വന്നിട്ട് ഞെരുക്കിക്കളഞ്ഞിട്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതെല്ലാം നമ്മുടെ ചുറ്റും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിലൊന്നും ഈ വചനം എത്ര കേട്ടിട്ടും ക്രിയ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ തകർക്കപ്പെടാത്തതുകൊണ്ടും ഉടയ്ക്കപ്പെടാത്തതുമായ നിലങ്ങളായി പാറക്കെട്ടുകളായിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് സോക്ക് ചെയ്യുവാൻ, അവൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിൽ അത് ജീവനായി നിലനിൽക്കുന്ന ജീവനായി, എടുത്തു മാറ്റപ്പെടാത്ത ജീവനായി, കർത്താവെ, വൈകാരികമല്ലാതെ ആത്മീകമായ അന്തരാത്മാവിൽ പണിയപ്പെടുന്ന ഒരു മനോഹരമായ കെട്ടിടമായി ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.